വിധി പ്രഖ്യാപിക്കാൻ ഞാൻ നിയമം പഠിച്ച ഒരാളല്ല. ഇത് സുപ്രീം കോടതി വിധി വരുന്നത് വരെ എന്റെ മുമ്പിൽ അദ്ദേഹം കുറ്റവാളി തന്നെയാണ്. ശരി, ഇപ്പോൾ വെറുതെ വിട്ടാൽ അല്ല, പോരാട്ടത്തിന് മുന്നേ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. സുപ്രീം കോടതി വരട്ടെ, സുപ്രീം കോടതിയിലേക്ക് വരട്ടെ, ഇനിയും നാളുകളുണ്ടല്ലോ. ആദ്യം ഹൈക്കോടതിയിൽ തീരുമാനമെടുക്കട്ടെ, അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ സുപ്രീം കോടതി. അങ്ങനെ തിരിച്ചു വന്ന് ചില നടപടികളുണ്ടായ കേസുകളൊക്കെ ഉണ്ട് കേട്ടോ. സൂര്യനെല്ലി കേസ് അദ്ദേഹത്തിലൊരു കേസാണ്. ഞാൻ ഭാഗ്യലക്ഷ്മിയിലേക്ക് ഒന്നുകൂടി. ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഇനി എനിക്ക് അറിയേണ്ടത് അതിജീവിതയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. 2 ദിവസം മുമ്പ് തന്നെ ഭാഗ്യലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു, അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും കോടതി വിധിയുടെ സമയത്ത് തളർന്നു പോയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പോരാടാനുള്ള ഉറച്ച മനസ്സുണ്ടോ? എന്താണ് അവർ പറയുന്നത്? പോരാടാനുള്ള ഉറച്ച മനസ്സ് അവൾക്ക് ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് അവൾ ഒരണുവിട അവൾ വ്യതിചലിച്ചിട്ടില്ല. അവൾ വളരെ സ്ട്രോങ് ആയി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്. എനിക്കൊക്കെ ഞാൻ ഇന്നലെയാണ് സംസാരിക്കുമ്പോൾ അറിയണത്, എന്റെ മൂത്ത മകന്റെ പ്രായമേ ഉള്ളൂ അവൾക്ക്. അത്രയേ ഉള്ളൂ. അവൾക്ക് ഇതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. ഇന്നലെ രാവിലെ ഈ കോടതി വ്യവഹാരം ആരംഭിക്കുമ്പോൾ മുതൽ ഞങ്ങൾ ആ വീട്ടിൽ നിന്നൊരു മാനസികാവസ്ഥയുണ്ട്. അപ്പൊ ചോദിക്കും, ഇതേ മാനസികാവസ്ഥ അദ്ദേഹത്തിനും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷേ ആ 2 മണിക്കൂർ ആ തെരുവിൽ, ആ 2 മണിക്കൂർ പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാരും അത് കേട്ട് സഹിച്ചു നിൽക്കില്ല. ആ വേദനയാണ് ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ. പിന്നെ ഇയാളാണ് പ്രതി എന്ന് പറഞ്ഞ് ആ 1-ാം പ്രതി വേറെ ആരെയും അയാൾ ചൂണ്ടിക്കാട്ടിയില്ല. ഇയാൾക്ക് നേരെ മാത്രമാണ് അയാൾ ചൂണ്ടിക്കാട്ടിയത്. അതിൽ തന്നെയാണ് ഞങ്ങളെല്ലാം ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയിൽ പോയി വരട്ടെ, അത് വരും. അല്ല, ഇപ്പോൾ ദിലീപ് ഇന്നലെ നൽകിയിരിക്കുന്ന ഒരു അഭിമുഖം ഇന്നിപ്പോൾ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ പറയുന്നത് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത്, നിയമ പോരാട്ടത്തിലേക്ക് ഇനി ഇറങ്ങുകയാണ് എന്നാണ് ദിലീപ് പറയുന്നത്. ആ നിയമ പോരാട്ടത്തിൽ ആരൊക്കെയാണ് പ്രതി ചേർക്കുക എന്നുള്ളതും പുറത്തു വന്ന് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണല്ലോ. ഈ കേസ് 8 വർഷമായി നടക്കുന്നുണ്ട്. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് മറ്റൊരു വശത്തുകൂടെ അദ്ദേഹത്തിന് കേസ് നടത്താമായിരുന്നു. അതിനുള്ള എല്ലാ അധികാരവും അവകാശവും ഒരു പൗരന് ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പൊ ഇന്നലെ ആ വിധി കേൾക്കുന്നത് വരെ അത് അദ്ദേഹത്തിന് തോന്നിയില്ല. ഇന്നലെ കോടതിക്ക് പുറത്ത് വിധി കേൾക്കുന്നതിന് മുൻപ് തന്നെ പത്രസമ്മേളനം അറേഞ്ച് ചെയ്തു. വിധി കേൾക്കുന്നതിന് മുൻപ് തന്നെ ലഡ്ഡു വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു പത്രസമ്മേളനം ഇല്ലായിരുന്നു, ഒരു ലഡ്ഡു വിതരണം ഒന്നുമില്ലായിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് പൂർണ്ണമായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. 4 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു വിധി എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. അതേ മനോവികാരത്തോടു കൂടി തന്നെയാണ് ഇന്നലെയും ഞാൻ ഇരുന്നത്. ഈ കോടതിയിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് വിചാരണ എന്റെ പരിമിതമായ അറിവ് വെച്ച് ഒരു കേസ് നടക്കുമ്പോ ഭാഗ്യലക്ഷ്മി, എന്റെ പരിമിതമായ അറിവ് വെച്ച് ഒരു പ്രധാന കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ വഴിയില്ല എന്നാണ് പരിമിതമായ അറിവ്. വേണ്ട, കേസ് കൊടുക്കണ്ട. ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിടാമല്ലോ. ഒരു പരാതി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതിയിൽ നിന്നാണ് ദിലീപ് പ്രതിപട്ടികയിലേക്ക് വരുന്നത്, അല്ലാതെ മഞ്ജു വാര്യരുടെ പ്രസംഗത്തോടു കൂടിയല്ല. എന്തിനാണ് പൾസ് സുനി തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ് യഥാർത്ഥത്തിൽ ദിലീപിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർക്കെതിരെയാണ് ഇനിയിപ്പോൾ ദിലീപ് തിരികെ എന്നുള്ളതാണ് അറിയേണ്ടത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് ഒന്ന് പോകുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നേരത്തെ പറഞ്ഞത് ഈ കോടതിയിൽ നിന്നും തനിക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്ന അതിജീവിത ഹൈക്കോടതിയെ ബോധിപ്പിച്ചപ്പോൾ ഹൈക്കോടതി അത് ആ രൂപത്തിൽ പരിഗണിച്ചിട്ടില്ല. അങ്ങ് മുൻപ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണഗതിയിൽ അങ്ങനെ ജഡ്ജിനെ മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതികൾ പോകാറില്ല എന്ന്. പക്ഷേ സ്വയം മാറുന്ന രീതികൾ നമ്മൾ പല ഘട്ടത്തിലും കണ്ടിട്ടുണ്ടല്ലോ. തനിക്കെതിരെ ഒരു സംശയത്തിന് മുന ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞ് ജഡ്ജിമാർ സ്വയം പിന്മാറുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഓപ്ഷൻ ആയിരുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഈ വിധി വന്നു കഴിയുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കാമെന്ന് തോന്നുന്നു. കാരണം എന്ത് കാരണം കൊണ്ടാണ് ഇത് തള്ളിക്കളഞ്ഞത്? എവിഡൻസ് കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന എവിഡൻസ് കണ്ണടക്കുകയായിരുന്നു. അതോ അതിനെപ്പറ്റി എന്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് കോടതി വിധിയെപ്പറ്റി കൂടുതലായിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 2 കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, ഈ നാച്ചുറൽ ഹ്യൂമൻ ആക്ഷൻ എന്ന് പറയും. പണ്ട് എവിഡൻസ് ആക്ടിൽ സെക്ഷൻ 114
ഇപ്പോഴത്തെ BSIയിൽ 126. അത് സാധാരണ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നുള്ളൊരു ചോദ്യമാണ്. അത് സാധാരണഗതി കോടതി അതിലെ ജുഡീഷ്യൽ നോട്ടീസ് വെക്കുക എന്ന് പറയും. ഇപ്പം കേസ് വന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ ദിലീപാണ് ഇതിന്റെ ഗൂഢാലോചനയിൽ പിന്നിലെന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹത്തെ പ്രതി ചേർത്തത്. അപ്പോൾ ഈ സാധാരണ ചെയ്യുന്നത് ഈ നടിയെ റീച്ച് ഔട്ട് ചെയ്യാനോ അവരുമായിട്ട് സംസാരിക്കാനോ, ഞാനല്ല ഇങ്ങനെ എൻ്റെ പേരെടുക്കാൻ എന്താണ് കാരണം, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നൊരു വാദം ദിലീപ് എന്തെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഇവിടെ ആ ചോദ്യം ഉന്നയിച്ചു, കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ എവിഡൻസ് കൊടുക്കാം. തീർച്ചയായിട്ടും കൊടുക്കാം. ഇത് ഇദ്ദേഹം ക്രിമിനൽ ആണോ അല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ക്രൈം ചെയ്തിട്ടുണ്ടോ, എത്ര പങ്കുണ്ടെന്നുള്ളത് മേൽക്കോടതി തീരുമാനിക്കട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം, നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഈ നാച്ചുറൽ ഹ്യൂമൻ കോണ്ടാക്ട് കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ ഉടനെ അദ്ദേഹം തൻ്റെ കൂടെ ജീവിതം എത്രയോ വർഷങ്ങൾ പങ്കിട്ട ജീവിത പങ്കാളിയുടെ പേരാണ് ആദ്യം എടുക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഒരു ഭീരുവാണ്. ക്രിമിനൽ ആണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. ഭീരുവാണ്. കാരണം 8 വർഷം കോടതിയിൽ ഈ കേസ് നിന്നപ്പോൾ അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നെങ്കിൽ സാക്ഷി കൂട്ടിൽ കയറി നിന്നിട്ട് എനിക്ക് എവിഡൻസ് തരാനുണ്ട്, എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു കേസ് ഉന്നയിക്കണമായിരുന്നു. എവിടെയാണ് അങ്ങനെ ഒരു ഡിഫൻസ്? എന്തെങ്കിലും ഒരു എവിഡൻസ് ലീഡ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ് എനിക്കതറിയില്ല. ഇങ്ങനെ ഒരു കാര്യം ദിലീപ് ആദ്യമായിട്ട് പറയുന്നു വെളിയിലിറങ്ങിയിട്ട്. ആ ഒരു കോണ്ടക്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാനുള്ള ഒരു പ്രവൃത്തിയല്ലേ. ഇനി ഈ ക്രിമിനൽ കേസുകളിലെ ത്രഷോൾഡ് എന്ന് പറയും, ഒരു കാര്യം പ്രൂവ് ചെയ്യാനുള്ള ത്രഷോൾഡ് കുറച്ച് കൂടുതലാണ്. അതേസമയത്ത് സാധാരണ ഒരു ഗവൺമെന്റ് ജോലിയിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ എന്ന് പറയും. അതിലൊരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കും. നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, എന്ത് പറയുന്നു എന്ന് ചോദിച്ച്. ഈ അസോസിയേഷനൊക്കെ പുരുഷാധിപത്യമുള്ള മേഖലകളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഒക്കെ വന്നത്. അതിനു മുമ്പ് ഈ താരസംഘടന എപ്പോഴെങ്കിലും ദിലീപിനെ വിളിച്ചിട്ട് ക്രിമിനൽ കേസ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇത്ര വലിയ എവിഡൻസ് വേണ്ട. ക്രിമിനൽ കോടതി ശിക്ഷിക്കാനുള്ള എവിഡൻസിന്റെ അത്ര ത്രഷോൾഡില്ല. ഒരു നോർമൽ ആയിട്ടുള്ള കേസിൽ ചോദിക്കുകയാണ് വിളിച്ചിട്ടപ്പം അത് മറുപടി പറയാൻ ബാധ്യസ്ഥനുമാണ്. ഈ ചോദിക്കുന്ന ആള് അതിനൊരു ഉത്തരം പറയണം, എന്തുകൊണ്ടാണ് പേര് വന്നത്. അപ്പൊ എവിടെയെങ്കിലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കേസ് ഇതിനകത്ത് റേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല.